വെളുന്നല്ലി മുതൽ ഓയൂർ വരെ റോഡിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഗതികേടിൻ്റെ ഏറ്റവും അങ്ങേയറ്റം എത്തിയെന്ന് പറയാം. റോഡൊക്കെ കണ്ടോ? പല സമയത്തും അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നും നമുക്കൊരു ആക്സിഡൻ്റ് കേസിൻ്റെ പോസ്റ്റ്മോർട്ടം ഉണ്ടായിരുന്നു. അപ്പം ആലോചിക്കുകയാണ്, ഇത്തരം റോഡുകൾ ചെയ്യാതെ അപകടം ഉണ്ടാക്കി ആരെങ്കിലും കൊന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇതൊക്കെ ശരിക്കും ഇവിടുത്തെ അധികാരികൾ, ഞാൻ മാസങ്ങളായിട്ട് ഇതിനെപ്പറ്റി പല വീഡിയോ ഇട്ടിട്ടുണ്ട്. പലയിടത്തും കംപ്ലയിൻറ്റ് പറഞ്ഞു, MLA അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു, ഒരു രക്ഷയില്ല. എന്തുകൊണ്ട് ഈ സ്ഥലത്ത് മാത്രം അനാസ്ഥയെന്ന് അറിയത്തില്ല. ബാക്കി നമ്മുടെ ഈ ഒരു ഭാഗത്ത് ചുറ്റുമുള്ള ബാക്കി സ്ഥലത്ത് നല്ല റോഡുള്ള ഭാഗത്ത് നല്ല മെഷീൻ ടാറിങ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ? 2 വണ്ടി പോവേണ്ട സ്ഥലത്ത് ഒരു 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 ലൈൻ്റെ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒലിച്ചു പോയി. പിന്നെ ഈ വാട്ടർ അതോറിറ്റിക്കാർ കുത്തിക്കുഴിച്ച് കളഞ്ഞു. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ. NH-66 പിതൃത്വം ഏറ്റെടുക്കാൻ നടക്കുന്ന ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം റോഡുകൾ, ഗ്രാമീണ റോഡുകൾ നന്നാക്കുക എന്നാണ്. വലിയ ബുദ്ധിമുട്ടാണ് ശരിക്കും ഇത്തരം റോഡുകൾ കാരണം. അത് ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഉണ്ടോ, അത് എല്ലായിടത്തും നിർത്തി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ, വേറെ രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെയും ചിന്തിക്കാം, അപകടങ്ങൾ മാക്സിമം കുറയുമെന്ന രീതിയിൽ ചിന്തിക്കാം. സത്യമാണ്, അപകടങ്ങൾ വളരെ കുറയും. കാരണം ഇതിലും പയ്യെ ഇനി എങ്ങും പോകാൻ പറ്റത്തില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം. സോ അത്രയ്ക്ക് പയ്യെയാണ്. ഫുള്ള് കട്ടറാണ് ഈ കാണുന്ന. നമ്മൾ ഈ റോഡിൽ പോകുന്ന 2 ഭാഗത്തും വൻ കട്ടറുകളാണ്. നമുക്ക് രാത്രിയൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട്. വെട്ടം, ഈ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഒന്നും കത്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. കുഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ബൈക്കുകാർ അങ്ങനത്തെ കാര്യങ്ങൾക്കും വലിയ ഇഷ്യൂ ആവും. പിന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഫ്രണ്ടോട്ട് വരുമ്പം എൻ്റെ പേഴ്സണൽ തലവേദന ഇതാ കിടക്കുന്നുണ്ട്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് കടയ്ക്കകത്തോട്ടിടുന്നത്? ഒരു മിനിമം ലിറ്ററസി ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് എന്തായാലും ടോട്ടലി തകർത്ത് അവർ കൈ തന്നു. ഇനി അവർ ജീവിക്കട്ടെ, ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞാനെന്തായാലും കേരളം വിട്ട് പോവാം. എനിക്ക് മടുത്ത്. കേരളം എന്ന് പറയുന്ന സംഭവം എനിക്ക് ടോട്ടലി മടുത്തു. ഈ ആശാ വർക്കേഴ്സിന് കാശില്ല എന്ന് പറയുന്നത്. PGസിനും കാശില്ല, ഭയങ്കര കുറവാണ് മെഡിക്കൽ PGസിന്. പിന്നെ ഈ ഇരിക്കുന്ന മൊത്തം SFIയുടെ ആൾക്കാരായതുകൊണ്ടാണ് സമരം വയ്ക്കാത്തത് തന്നെ.